Greetings to you all in the mighty and precious name of Jesus Christ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം അനുവദിച്ച മഹാദയക്കായിട്ട് സ്തോത്രം ചെയ്യും. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രകാശിപ്പിച്ചു തന്നു. ഐ ജസ്റ്റ് വാണ്ട് ടു ഷെയർ ഇറ്റ് വിത്ത് യു. ശൗല് നട്ടുച്ചയ്ക്ക് ശൗലും അവൻ്റെ കൂട്ടരും നടന്നു പോകുമ്പോൾ സൂര്യനെ വെല്ലുന്ന ഒരു വലിയ വെളിച്ചം. അഗ്രിപ്പ രാജാവിനോട് പറയണം, അഗ്രിപ്പ രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ യെരുശലേമിലേക്കുള്ള യാത്രയിൽ സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം എൻ്റെ മേൽ വീണു, എൻ്റെ കൂടെയുള്ളവരുടെ മേൽ വീണു, ഞങ്ങൾ നിലത്ത് വീണു. ആ സമയത്ത് ഒരു ശബ്ദം ഞാൻ കേട്ടു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു, എങ്കിലും നീ എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. ഈ വചനം പൗലോസിനു വേണ്ടി മാത്രമുള്ളതാണ്. നോ, ഇറ്റ് വാസ് സ്പീക്കിംഗ് ടു മീ ഓൾസോ. ഇറ്റ് ഈസ് സ്പീക്കിംഗ് ടു എവറിബഡി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വീണ്ടും ജനിക്കപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ആമേൻ ഈ വചനം സംസാരിക്കുന്നു എന്ന് എനിക്ക് ഇന്ന് കാലത്ത് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഷിബുവേ ഷിബുവേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? എങ്കിലും നീ എഴുന്നേറ്റ് നിൽക്കുക. നീ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക, ബട്ട് സ്റ്റിൽ നീ എഴുന്നേറ്റ് നിൽക്കുക. ഐ എം വിത്ത് യു. എൻ്റെ സ്നേഹം നിന്നെ വിട്ടുപോകുവാൻ എന്നെ അനുവദിക്കുന്നില്ല, ബട്ട് നീ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക, ബട്ട് സ്റ്റിൽ യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് റൈസ് അപ്പ്. നീ എഴുന്നേറ്റ് നിൽക്കുക. നീ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. ഷിബുവേ ഷിബുവേ, ശൗലേ ശൗലുവേ, ശൗലേ ശൗലേ, തോമസേ തോമസേ, നീ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. ജോർജെ ജോർജെ, നീ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു, ബട്ട് സ്റ്റിൽ നീ എഴുന്നേറ്റ് നിൽക്കാം. എങ്ങനെയാകുന്നു കർത്താവേ ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നത്? ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. നീ ആരാണ്? നീ ആരാണ്? യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നീ ആരാണ്? തോമസേ നീ ആരാണ്? ഷിബുവേ നീ ആരാണ്? ജോർജെ നീ ആരാണ്? എന്നെ കേൾക്കുന്ന വ്യക്തികളെ, അത് പുരുഷനായിക്കൊള്ളട്ടെ സ്ത്രീ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആരാണ്? യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതെങ്ങനെയാണ് അതെ, നീ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വീണ്ടും ജനിക്കപ്പെട്ട ഏവനും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. പൗലോസ് അത് ലേഖനങ്ങളിൽ കൂടെ വളരെ വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവൻ്റെ രക്തത്താൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? പുരുഷൻ്റെ തല ക്രിസ്തു. നിൻ്റെ തല ക്രിസ്തു ആണെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നീ. അപ്പോൾ ഹൗ യു ആർ പെർസിക്യൂട്ടിങ് ഹിം? പെർസിക്യൂട്ടിങ്, ഇംഗ്ലീഷ് ബൈബിളിൽ യു ആർ പെർസിക്യൂട്ടിങ് മീ. ഐ എം ജീസസ് ഹും യു ആർ പെർസിക്യൂട്ടിങ് എന്നാണ് ശൗലിനോട് പറഞ്ഞത്, എന്നാണ് ഷിബുവിനോട് പറയുന്നത്, എന്നാണ്